ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ അഖീദയുടെ മോഡൽ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. യോജിപ്പിക്കാം. കോളത്തിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ, മലക്കുകൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാർ, സ്വലാത്തും സലാമും. ഒന്നാമത്തെ ചോദ്യം, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ഡാഷ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ മലക്കുകൾ. മലക്കുകൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. 2. 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ടതാണ് ഡാഷ്. 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. 3. വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരുമാണ് ഡാഷ്. വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരുമാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ. 4. സൃഷ്ടികളിൽ ഉത്തമർ ഡാഷ്. സൃഷ്ടികളിൽ ഉത്തമർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം വർദ്ധിപ്പിക്കണം ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം വർദ്ധിപ്പിക്കണം സ്വലാത്തും സലാമും. സ്വലാത്തും സലാമും. രണ്ടാമത്തെ ചോദ്യം, 3 വീതം എഴുതാം. അതിലൊന്നാമത്തെ ഊലുൽ അസ്മുകൾ. ഊലുൽ അസ്മുകൾ. ഊലുൽ അസ്മുകൾ 5 പേരാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഊലുൽ അസ്മുകൾ 5 പേരാണ്. ഈ 5 പേരും പഠിച്ചു വെക്കാം. ഇവിടെ എഴുതേണ്ടത് 3 എണ്ണം എഴുതിയാൽ മതി. 3 പേര്. അതിൽ നിന്നും ഇഷ്ടമുള്ള 3 നബിമാരുടെ പേരെഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ. ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ. അതിൻ്റെ ഉത്തരം, ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. അതിൻ്റെ ഉത്തരം, ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. ഈ 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഈ 4 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ 3 എണ്ണം എഴുതാനാണ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ ഉത്തരം, ഖബർ ജീവിതം, മഹ്ശർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം മുതലായവയിൽ നാം വിശ്വസിക്കണം. ഖബർ ജീവിതം, മഹ്ശർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം. ഇതിൽ നിന്നും ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഖബർ ജീവിതം, മഹ്ശർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം. ഇതിൽ നിന്നും 3 എണ്ണം എഴുതിയാൽ മതി. അടുത്തത് നോക്കൂ, എണ്ണം എഴുതാം. ഒന്നാമത്തെ അമ്പിയാക്കൾ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ നബിമാർ ആണ്. നബിമാരുടെ എണ്ണം 1,24,000 ആണ്. അമ്പിയാക്കളുടെ എണ്ണം 1,24,000. അള്ളാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട് എന്ന് 5-ാമത്തെ പാഠത്തിലുണ്ട്. അമ്പിയാക്കളുടെ എണ്ണം 1,24,000. അടുത്തത് മുർസലുകൾ. മുർസലുകളുടെ എണ്ണം 313. 313. മുർസലുകൾ 313. അടുത്തത് ഊലുൽ അസ്മുകൾ. ഊലുൽ അസ്മുകൾ 5. ഊലുൽ അസ്മുകൾ 5. അടുത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ഉത്തരം, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ പദ്യം കൂടെ പഠിച്ചു വെക്കട്ടോ. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരാം. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ.
അതും കൂടെ പഠിച്ചു വെക്കട്ടോ. രണ്ടാമത്തെ ചോദ്യം, മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്ത്? മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ജോലി. അതിൻ്റെ ഉത്തരം ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ജോലി ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. അതോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി അംബിയ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. മീകായിൽ അലൈഹിസ്സലാം ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നവർ. അസ്രായിൽ അലൈഹിസ്സലാം റൂഹുകളെ പിടിക്കൽ. റക്കീബ് അതീദ് അലൈഹിസ്സലാം നന്മതിന്മ എഴുതൽ. മാലിക് അലൈഹിസ്സലാം നരകം കാക്കൽ. റിൽവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. അതും കൂടെ പഠിച്ചു വെക്കട്ടോ. മൂന്നാമത്തെ ചോദ്യം, മുർസലുകൾ ആരാകുന്നു? മുർസലുകൾ ആരാകുന്നു? അതിൻ്റെ ഉത്തരം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലുകൾ. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലുകൾ. അടുത്ത ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടു ആരിലേക്കെല്ലാം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടു ആരിലേക്കെല്ലാം? അതിൻ്റെ ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ആരിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? ചില പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരാണവർ. അതും കൂടെ പഠിച്ചു വെക്കാട്ടോ. ചില പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരാണവർ. മുഹമ്മദ് നബി സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അടുത്ത ചോദ്യം, എന്താണ് മരണം? എന്താണ് മരണം? ഉത്തരം, മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. അതിൻ്റെ ഉത്തരം, മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. അടുത്ത ചോദ്യം, പൂർത്തിയാക്കാം. അതിലൊന്നാമത്തെ, ഡേഷ് കിതാബുകളും ഡേഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. ഡേഷ് കിതാബുകളും ഡേഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അതിൻ്റെ ഉത്തരം 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. ഉത്തരം 4 കിതാബുകളും 100 ഏടുകളും. ഈ 4 കിതാബുകളും അവയുടെ ഇറക്കപ്പെട്ട നബിമാരും അവയുടെ ഭാഷയും പഠിച്ചു വെക്കട്ടോ. മൂസ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടത് തൗറാത്ത്, ഭാഷ ഇബ്രാനി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബ് സബൂർ, അതിൻ്റെ ഭാഷ യൂനാനി. ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചീൽ, അതിൻ്റെ ഭാഷ സുറിയാനി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടത് ഖുർആൻ ഷരീഫ്, അതിൻ്റെ ഭാഷ അറബി. അതും കൂടെ പഠിച്ചു വെക്കട്ടോ. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരാം. രണ്ടാമത്തെ, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഡേഷ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. അതിൻ്റെ ഉത്തരം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വമാ അർസൽനാക ഇല്ലാ ഡേഷ്. വമാ അർസൽനാക ഇല്ലാ. അത് ഖുർആനിലെ ഒരായത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. 6ാമത്തെ പാഠത്തിലാണത്. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കട്ടോ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. അത് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ വേറൊരായത്തും കൂടി ഉണ്ട് 4ാമത്തെ പാഠത്തിൽ. അതും പഠിച്ചു വെക്കട്ടോ. ഇന്നാ നഹിനു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹിനു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ അർത്ഥം, നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം, നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്,
അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിലെ ഈ 2 ആയത്തുകളും അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 3-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.